നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതിലെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുടെ വിശദ വിവരങ്ങൾ അറിയേണ്ടവർക്ക് നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ആദ്യ കമന്റ് ആയിട്ട് അത് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അത് എല്ലാ മാന്യ പ്രേക്ഷകരും കാണേണ്ടതുണ്ട്. കാരണം നമ്മൾക്കറിയാം, ഇവിടെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന, മുസ്ലിം ഭീകര സംഘടന, ആ ഭീകര സംഘടനയും SDP-യുമായി ചേർന്നുകൊണ്ട് നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ കള്ളക്കേസിൽ കുരുക്കിയതാണ് വിഷയം. അപ്പൊ അത് വിശദമായിട്ട് ഞാൻ മുൻപൊരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോ അത് എല്ലാവരും ഒന്ന് പോയി കാണുക. എന്നിട്ട് ആ പയ്യനെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു നിയമസഹായ വേദി എന്നുള്ള രീതിയിൽ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊന്നും ഇല്ല, കാരണം താൽക്കാലികമായിട്ടുള്ള സഹായത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിലേക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ പേ നമ്പർ, എല്ലാ UPI ട്രാൻസാക്ഷനും ഈ രണ്ട് നമ്പറുകളിലേക്ക് ചെയ്യാം. ഇനി UPI ട്രാൻസാക്ഷൻ അല്ല, അക്കൗണ്ട് ത്രൂ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അതിലേക്ക് നിങ്ങൾ ചെയ്യുക. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് താൽക്കാലികമായിട്ട് നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമസഹായ വേദിയാണ്. ഇനി അതിനൊരു ലീഗൽ ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരുപാട് സഹോദരങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. വ്യത്യസ്ത രീതിയിലുള്ള കള്ളക്കേസുകളായാലും വ്യത്യസ്ത രീതിയിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും സഹായകമാവുന്ന രീതിയിലേക്ക് നമ്മൾ മറ്റൊരു രീതിയിലേക്ക് നിയമപരമായി തന്നെ രജിസ്റ്റർ ചെയ്തിട്ട രീതിയിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ഇതിലേക്ക് എല്ലാവരും സഹായം ചെയ്യുക. ആ വ്യക്തിയുടെ എന്താണ് കേസ്, എല്ലാ വിശദ വിവരങ്ങളും ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതോടൊപ്പം ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് ഡീറ്റെയിൽസും ഒക്കെ ഉണ്ട്. അപ്പൊ അത് കണ്ടിട്ട് ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് കാണുക. എല്ലാവർക്കും നമസ്തേ, എല്ലാവർക്കും എൻ്റെ നമസ്തേ. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മളൊരു ചാനൽ ചർച്ച കണ്ടു. നിങ്ങൾ എല്ലാവരും കേട്ട വിഷയങ്ങളൊക്കെ ആയിരിക്കും. എന്നാലും ഞാനത് ഒന്നും കൂടെ പറയാനായിട്ട് നിങ്ങളുടെ മുന്നിൽ ഒന്ന് കാണിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ അപ്പം എല്ലാ കാര്യങ്ങളും ഒരു മീറ്റിംഗ് ഉണ്ടാവും. എങ്ങനെയാന്ന് എവിടെയെല്ലാം തെറ്റ് പറ്റും നമ്മൾ എന്തായാലും അത് തിരുത്തണം. അല്ലെങ്കിൽ തിരുത്തിയിട്ടില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഇല്ലാണ്ടാവും. അപ്പം ശക്തമായിട്ട് തിരുത്തണം. ഹരിയാനയിൽ ഒരു വലിയ തോൽവിയായിരുന്നു, മഹാരാഷ്ട്രയിൽ അതിലും വലിയ തോൽവി. അപ്പം ഇനി നമ്മൾ ശക്തമായിട്ട് സംഘടനാപരമായിട്ട് എന്റെ ഇതില് ശക്തമാക്കണം. പക്ഷെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് ഒരേ കാര്യം പറയാൻ പറ്റുള്ളൂ. രാഷ്ട്രത്തിൽ ഞാൻ കണ്ടെത്തോളം എന്റെ അനുഭവത്തിൽ നിന്ന് ഈ സ്ത്രീ പറയുന്നത് സംഘടനാപരമായിട്ട്, അതായത് ഒന്നുകിൽ മലയാളം പറയണം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറയുക, അവരവർക്ക് അറിയുന്ന ഭാഷ സംസാരിക്കുക, അല്ലെങ്കിൽ ഭാഷ അറിയാവുന്ന ആരെങ്കിലും കൊണ്ടിരുത്തുക. ഇത് സംഘടനാപരമായിട്ട് എന്ന് പറയുന്നതിന് പറയാൻ സങ്കടപരമായിട്ട് പിന്നെ വേറെ ഒരു വാക്കും കൂടെ പറയുന്നുണ്ട്. പക്ഷത്തിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് ഒരേ കാര്യം പറയാൻ പറ്റുള്ളൂ. രാഷ്ട്രത്തിൽ ഞാൻ കണ്ടെത്തോളം അനുഭവത്തിൽ രാഷ്ട്രീയത്തിൽ ഞാൻ കണ്ടിടത്തോളം എന്ന് പറയുന്നതിനാണ് പറയുന്നത്. രാഷ്ട്രീയത്തിൽ ഞാൻ കണ്ടെത്തോളം. ഓക്കെ, എവറി ഡോഗ് ഹാസ് ഇറ്റ്സ് ഡേ ആൻഡ് എവറി ഡോഗ് കംസ് ബാക്ക്. എല്ലാ പട്ടിക്കും അവരവരുടെ ദിവസമുണ്ട്. പട്ടികൾ തിരിച്ചു വരികയും ചെയ്യും. സോ അതാണ് കഷ്ടം. ഇതാണ് ഏറ്റവും വലിയ കഷ്ടം. കാരണം മനുഷ്യന് സംസാരിക്കാൻ അറിയുന്ന ഭാഷയിൽ സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ പറ്റിപ്പോകുന്ന പ്രശ്നം. ഈ മലയാളം എന്ന് പറഞ്ഞാൽ നല്ല ഒരു എന്താ പറയാ, ഘടോത്കചൻ എന്ന് പറയുന്ന പോലത്തെ ഒരു ഭാഷയാണ് മലയാളം. മലയാളം തന്നെ നമ്മൾ ഈ പഴമൊഴികളായാലും പഴഞ്ചൊല്ലുകളായാലും അത് മറ്റൊരു ഭാഷയിൽ നിന്ന് നമ്മുടെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ മീനിങ് മാറിപ്പോവും. അപ്പൊ ആ മീനിങ് മാറിപ്പോണെന്നുണ്ടെങ്കിൽ മലയാളം അറിയുന്നവൻ ഇംഗ്ലീഷ് തർജ്ജമ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ ക്ലിയർ ആവും. പക്ഷെ ഈ മലയാളം കൃത്യമായിട്ട് അല്ലെങ്കിൽ മലയാളത്തിന്റെ മീനിങ് കൃത്യമായിട്ട് അറിയാത്ത ആൾക്കാരാണ് ആ ഇംഗ്ലീഷ് തിരിച്ചിങ്ങോട്ട് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ഗ്രാമർ മിസ്റ്റേക്ക് അല്ല വരുന്നത്. ഒരു സാഹചര്യങ്ങൾക്ക് ചേരുന്ന രീതിയിലുള്ള സംസാര രീതി ആവില്ല. അതായത് പട്ടി എന്ന് വിളിച്ചതിന് തുല്യായി. രാഹുൽ ഗാന്ധിയാണ് ഉദ്ദേശിച്ചത് അതോ മൊത്തം കോൺഗ്രസിന്റെ മൊത്തം നേതാക്കന്മാരെ ഒരുമിച്ച് ഷമാ മുഹമ്മദ് വിളിച്ചതാണോ പട്ടി എന്നുള്ളത് നമുക്കറിയില്ല. ചിലപ്പോ എല്ലാം കണക്കന്നെ, എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. ഈ പറയുന്ന ഷമാ മുഹമ്മദ് പറഞ്ഞ വർഗത്തിലുള്ള ആ കൂട്ടങ്ങൾ തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പോ ഇദ്ദേഹം പറഞ്ഞത് കറക്റ്റ് ആണ്. എവറി ഡോഗ് ഹാസ് എ ഡേ, അത് കറക്റ്റ് ആണ്. ഏത് പട്ടിക്കും ഒരു ദിവസം ഉണ്ട്, അതും ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ എല്ലാ പട്ടികളും തിരിച്ചു വരും എന്ന് പറയുമ്പോഴാണ് ഇത് ഞാൻ ചോദിക്കുന്നത്, നമ്മളൊരു പഴമൊഴിയല്ലേ പറയുന്നത്.
അപ്പൊ ആ പഴമൊഴി പറയുമ്പോഴാ പഴമൊഴി മാത്രം പറഞ്ഞ് അവിടെ നിർത്തല്ല ചെയ്യുന്നേ. പിന്നെ വീണ്ടും അയമ വീണ്ടും മുന്നോട്ട് പോവാണ്. അയമ വീണ്ടും മുന്നോട്ട് പോയിട്ട് പറയാണ് എല്ലാ പട്ടിക്കും ഒരു ദിവസമുണ്ട്, എല്ലാ പട്ടികളും തിരിച്ചു വരും എന്ന് പറയുമ്പോ ഇതിൽ രാഹുൽ ഗാന്ധി നേതാവ് അടക്കം ബാക്കി കേരളത്തിലാണോ ഇന്ത്യ മഹാരാജ്യത്തിലെ മൊത്തം കോൺഗ്രസിന്റെ പട്ടികൾ എല്ലാവരും ഇപ്പൊ ഓടിപ്പോയ ഒരു പട്ടി അടക്കം എല്ലാ പട്ടികളും തിരിച്ചു വരും എന്നാണ് ആയമ്മ പറഞ്ഞിട്ട് കരയാണ് ഭയങ്കരമായിട്ട്. ഭയങ്കര സാഡിലാണ് പുള്ളിക്കാരി പറയുന്നത്. ഇപ്പൊ നടന്ന പട്ടിക്കും അവരുടെ ദിവസം പട്ടികൾ തിരിച്ചു വരും ചെയ്യും. സോ അത് മഹാരാഷ്ട്രയിൽ അപ്പം എല്ലാ പട്ടികൾക്കും ഒരു ദിവസമുണ്ട്, എല്ലാ പട്ടികളും തിരിച്ചു വരും. ഞാൻ ചോദിക്കുന്നേ, ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്റെ ചെറുപ്പകാലം തൊട്ട് എന്റെ കുടുംബപരമായിട്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് എന്റെ വീട്ടുകാരൊക്കെ കോൺഗ്രസ്സുകാരായിരുന്നു. ഫാസ്റ്റാണേ. അപ്പോ ആ കോൺഗ്രസ്സുകാരായിരുന്നിടത്ത് അപ്പൊ അത്രയും കാലത്തെ കഴിഞ്ഞ 10-70 കൊല്ലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ചു മുടിച്ചതാണെന്നുണ്ടെങ്കിലും അത്രയും പഴക്കമുള്ള ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോ ആ കോൺഗ്രസിന്റെ അവസാന കണ്ണി, അതായത് കോൺഗ്രസ് ഉണ്ടായിട്ട് ഇത്രയും കാലം ആ കോൺഗ്രസിന്റെ പാർട്ടിയിലുള്ളവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട്, അതായത് പ്രവൃത്തി മൂലമാണ് കർമ്മ അനുഭവിക്കുക എന്നാണ് സാധാരണ പറയുക. അപ്പൊ ആ പാർട്ടിക്കാരുടെ ആ കോൺഗ്രസ് പാർട്ടി നമ്മുടെ നാടിന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെടുത്തതിന് ശേഷവും അതിനു മുമ്പും അതിന് ശേഷവും യവന്മാര് ചെയ്തു കൂട്ടിയ ഓരോ തോന്നിവാസങ്ങൾക്കുമാണ് ഇപ്പോ കാലം മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് സത്യമാണ്. ഇതിനകത്ത് രാഷ്ട്രീയം കുത്തിക്കയറ്റി പറയുന്നതല്ല ഞാൻ, ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പറയുന്നത്. കോൺഗ്രസ് ഇന്ന് അനുഭവിക്കുന്നതിന്റെ ആ കുടുംബവാഴ്ച, ആ കുടുംബക്കാരും ആ കുടുംബവാഴ്ചയും ഇന്ന് അനുഭവിക്കുന്നതിന്റെ ഏറ്റവും വലിയ പാപകർമ്മം അവർ ചെയ്തു കൂട്ടിയതിന്റെ പാപകർമ്മമാണ്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ, തലമുറകളായിട്ട് മുന്നോട്ട് വന്നിട്ട് ഇപ്പൊ അവസാനം എത്തി നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയിലാണ്. ഈ രാഹുൽ ഗാന്ധിക്ക് ദൈവം തമ്പുരാനായിട്ട് അറിഞ്ഞു കൊടുത്ത എന്തെങ്കിലും ഒരു ബോധമുണ്ടോ അതിന്? ഒന്നുകിൽ പൊട്ടനാവണം, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ വെളിവുള്ളവനാവണം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തില് ഒരു എന്താ പറയാ ഒരു പൊതു വേദിയിൽ വന്നിരുന്നാൽ പെരുമാറാൻ പറ്റുന്ന ഒരവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കോമൺ സെൻസ്, ഒരു പൊതുവേദിയിൽ നിൽക്കുമ്പോൾ അതിന്റെ പെരുമാറ്റങ്ങള്, അത് വിളിച്ചു പറയുന്ന വാക്കുകള്, ഇത് മുഴുവനും തൊടാതെ വിഴുങ്ങി അതാണ് ലോകത്തിലേക്ക് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്നുള്ള രീതിയിൽ അത് കാണിച്ചു കൂട്ടുമ്പോൾ ഇവരുടെ കുടുംബവാഴ്ച എത്രയോ കാലങ്ങളായിട്ട് ഈ രാജ്യത്തോട് ചെയ്ത ദുഷ്ടതയും ക്രൂരതയും കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു പൊട്ടൻ ആ കുടുംബത്ത് വന്ന് ജനിച്ചത്. കാരണം ഇതിനോട് കൂടിയിട്ടെങ്കിലും ഇതൊന്ന് തീർന്നു കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. മനുഷ്യരെ ഇറങ്ങി തിരിച്ചിട്ട് അത് നശിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കാലം തന്നെ അത് നശിപ്പിക്കും. ആ കാലം നശിപ്പിക്കാനായിട്ടുള്ള കുടുംബവാഴ്ച നശിക്കുന്നതിന്റെ അവസാനമാണ് ഇപ്പൊ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ കോൺഗ്രസ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കോൺഗ്രസ് നമ്മുടെ നാട്ടിലെ സർവമാന തീവ്ര വർഗീയ ശക്തികളെ മുഴുവനും കൂട്ടുപിടിച്ചിട്ടാണ് ഇപ്പോ നാട്ടില് ജയിക്കാനുള്ള കാരണം ഏത് വഴിക്കും ഇവർക്ക് അധികാരം വേണം. ഏത് വഴിക്ക് പോയാലും കുഴപ്പമില്ല, അധികാരം വേണം. അപ്പോ ഈ പാർട്ടിയിലെ മഹത്വമാണ് ഈ ഷമാ മുഹമ്മദിന്റെ രൂപത്തിലൊക്കെ വന്നിരുന്നിട്ട് ഇങ്ങനെ കേൾക്കേണ്ടി വരുമ്പോ ആയിരക്കണക്കിന് മനുഷ്യർ കേൾക്കുന്ന ചാനൽ ചർച്ചയാണിത്. ഈ ആയിരക്കണക്കിന് മനുഷ്യന്മാർ കേൾക്കുന്ന ചാനൽ ചർച്ചയില് ഒരു സ്ത്രീ വന്നിരുന്നിട്ട് പറയുന്നതാണ് ഏത് പട്ടിക്കും ഒരു ദിവസമുണ്ട്, എല്ലാ പട്ടികളും തിരിച്ചു വരുന്നു. അപ്പോ ഈ പട്ടികളൊക്കെ തിരിച്ചു വരുമ്പോ ഈ പറയുന്ന ഷമാ മുഹമ്മദ് പറയുന്ന പട്ടികളൊക്കെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടില് കാണിച്ചു കൂട്ടിയ തോന്നിവാസത്തിന്റെ ഭാഗമാണ് ഇന്ന് അനുഭവിക്കുന്നത്. ഇപ്പോഴും അവർ സത്യം തിരിച്ചറിഞ്ഞിട്ടില്ല. ഇപ്പോഴും അവർ ആത്മാർത്ഥത എന്താണെന്ന് അറിയില്ല. ഇപ്പോഴും അവർ അതേ പാത പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആണല്ലോ. അപ്പോ ഓരോ സ്ഥലത്തും ഇപ്പം ഇവര് പറയുന്നത് നമ്മളുടെ പാലക്കാട് കോൺഗ്രസ് വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് ജയിച്ചു എന്ന് പറഞ്ഞു. പാലക്കാട് വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് പാലക്കാട് എങ്ങനെയാ ജയിച്ചത്? പാലക്കാട് കോൺഗ്രസ് ജയിച്ചതിന്റെ ആദ്യ പടിയായിട്ട് അവിടെ ജാഥ നടത്തിയത് SDPI ആണ്. അവിടെ ആദ്യ പടിയായിട്ട് ജാഥ നടത്തിയത് SDPI ആണ് അല്ലേ? അപ്പൊ അവരൊന്നും കാണാതെ അങ്ങനെ ചെയ്യോ? ഒന്നും കാണാതെ പട്ടി പുഴയിൽ ചാടില്ല എന്ന് പറഞ്ഞ പോലെ ഒന്നും കാണാതെ SDPI അവിടെ കിടന്നിട്ട് ജാഥ നടത്തുമോ? SDPIക്ക് എന്താ വട്ടുണ്ടോ? അപ്പോ ഈ പറയുന്ന ഇലക്ഷന്റെ തലേ ദിവസവും ഇലക്ഷന് മുമ്പും അല്ലാത്ത ദിവസങ്ങളിലും പാണക്കാടും പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആഫീസുകളിലും കയറി ഇറങ്ങി കോൺഗ്രസ്സുകാർ നടത്തിയ പല തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ പേരിൽ തന്നെയാണ് ഇന്ന് കോൺഗ്രസ് പാലക്കാട് ജയിച്ചത്. അതിൽ ഒരു സംശയവും ഇല്ല. നാളെ നമ്മുടെ കേരളത്തില് എല്ലാ സ്ഥലങ്ങളിലും അതിതീവ്രവാദം വളർത്തി വെക്കുന്ന അല്ലെങ്കിൽ തീവ്രവാദങ്ങൾക്ക് മുഴുവനും മുട്ടയും പാലും കൊടുത്ത് വളർത്തി കൊണ്ടുവരുന്ന ഒരു പാർട്ടിയായിട്ട് നമ്മുടെ കോൺഗ്രസ് മാറിക്കഴിഞ്ഞു. തീവ്രവാദികൾ ഇല്ലാണ്ട് ഇവർക്ക് ജീവിക്കാൻ പറ്റില്ലെന്നുള്ള അവസ്ഥ വന്നു.
കാരണം മാന്യമായി നടക്കുന്ന, മാന്യമായി ചിന്തിക്കുന്ന, മാന്യമായിട്ട് നാട്ടില് സമാധാനമായിട്ട് കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനും ഇപ്പോ ഈ പാർട്ടിയെ പിന്താങ്ങാണ്ടായി. അപ്പൊ പിന്നെ വർഗീയ ശക്തികളെങ്കിൽ വർഗീയ ശക്തി, അതാണ് കാര്യം. ഈ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച് നാട്ടിൽ ഇത്രയും വലിയ, അത് വേറൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ നാട്ടില് ഇപ്പോ വഖഫ് നിയമം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഒരു വിഭാഗങ്ങൾക്ക്, അതായത് ഒരു പ്രത്യേക തരം വിഭാഗങ്ങൾക്ക് ഈ പറയുന്ന നാട് പതിച്ചു കൊടുക്കുന്ന ഒരു നിയമം കൊണ്ടുവന്നത് ഈ പറയുന്ന കോൺഗ്രസ് തന്നെയാണ്. അതാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, മനുഷ്യൻ ഇന്നും കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഈ നമ്മള് സാധാരണ മനുഷ്യർ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വീണ്ടും വീണ്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. മനുഷ്യൻ ഇന്നും കോൺഗ്രസിനെ മനസ്സിലാക്കിയിട്ടില്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്, ഓക്കെ, കോൺഗ്രസിന്റെ അതിന്റെ ഇടയിൽ നടക്കുന്ന സംഗതികൾ എന്താണ്, അവർ ചെയ്തു കൂട്ടുന്ന പ്രവർത്തികൾ എന്താണ്, അവർ ഈ നാട്ടിൽ ചെയ്തു കൂട്ടിയ പ്രവർത്തികൾ എന്താണ്, അതൊന്നും ഒരാളും ചിന്തിക്കുന്നില്ല. അതോ ഇതൊന്നും ആരും അറിയാഞ്ഞിട്ടാണോ? നമ്മളില് ഇപ്പൊ നമ്മുടെ കുടുംബങ്ങളിലാണെങ്കിലും എല്ലാവരുടെ വീടുകളിലും ഇന്ന് മെയിൻ ആയിട്ടുള്ള ചാനൽ മാധ്യമങ്ങള്, അപ്പൊ ആ മെയിൻ മാധ്യമങ്ങൾ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങള് അത് നടക്കുന്നുണ്ട്. കാരണം അവരൊരിക്കലും ഈ പറയുന്ന വഖഫ് ബോർഡിനെതിരെയോ വഖഫ് നിയമങ്ങളോ അതിന്റെ പൊള്ളയായ അതിന്റെ ഉള്ളില് ഈ വഖഫിന്റെ ക്രൂരമായ മറ്റൊരു മുഖമുണ്ട്. അതിന്റെ ഉദ്ദേശ ശുദ്ധി എന്താണെന്നോ നമ്മുടെ ചാനൽ മാധ്യമങ്ങൾ ആരും ഒരാളോടും പറഞ്ഞു മനസ്സിലാക്കുന്നില്ല. സോഷ്യൽ മീഡിയ മാധ്യമങ്ങളോ യൂട്യൂബിലോ എവിടെയെങ്കിലും അങ്ങനെയുള്ള ആൾക്കാർ മാത്രമാണ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ള ആൾക്കാർ മാത്രമാണ് വഖഫ് നിയമത്തിനെ കുറിച്ചിട്ട് പിന്നെയും എന്തെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. അതെല്ലാവരും കേട്ടോളന്നില്ല. എല്ലാവരും കേൾക്കുന്നത് മെയിൻ ചാനൽസ് ആണ്. അപ്പോ ഏഷ്യാനെറ്റ് ആണെങ്കിലും മഞ്ഞരമയാണെങ്കിലും മലർഭൂമി ആണെങ്കിലും ഈ പറയുന്ന എല്ലാ ചാനലുകളും കാണിക്കുന്നത് എന്താണ്? കോൺഗ്രസിന്റെ ഇത്രയും വലിയ സംഭവബഹുലമായ ഒരു മുഖമാണ് അവര് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പൊള്ളയായ യാഥാർത്ഥ്യം ആരും മനസ്സിലാക്കുന്നില്ല. അപ്പോ കേരളം മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യം മൊത്തം ഈ വഖഫ് ബോർഡിന് പതിച്ചു കൊടുക്കാനുള്ള പണി ഒരു ഭാഗത്ത് അതിന്റെ നിയമങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോ ഇപ്പുറത്ത് കോൺഗ്രസ് ചെയ്യുന്നത് ഈ വർഗീയ ശക്തികള്, അതായത് വളരെ വളരെ തീവ്രമായിട്ട് ചിന്തിക്കുന്ന SDPI പോലുള്ള ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്ര സംഘടനകൾക്ക് അവരുടെ കാൽക്കീഴിൽ കൊണ്ടുപോയിട്ട് പണയം വെച്ചിരിക്കുകയാണ് ആത്മാഭിമാനം. നമ്മുടെ കോൺഗ്രസ് ചെയ്യുന്ന പണിയാണ്. ഇപ്പൊ ഷാഫി പറമ്പലിനെ പോലുള്ള ആൾക്കാർ പറയും, ഞങ്ങൾക്ക് അതായത് നമ്മളുടെ മുന്നിൽ നിന്നിട്ട് ഈ രാഷ്ട്രീയക്കാരെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവര് നമ്മുടെ മുൻപിൽ ഒരു മുഖം ഉണ്ടെങ്കിൽ അവർക്ക് വേറൊരു മുഖം പിന്നിലുണ്ട്. അപ്പോ നമ്മളെ കാണുന്ന മുഖം കൊണ്ട് അവര് നമ്മുടെ മുൻപിൽ വന്നിട്ട് പറയും അവർക്ക് വർഗീയ ശക്തികളുടെ വോട്ടേ വേണ്ടെന്ന് പറയും. ഷാഫി പറമ്പില് പ്രസ്താവിച്ചതാണ്, ഞങ്ങൾക്ക് വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട. അപ്പൊ പിന്നെ ഷാഫി പറമ്പിൽ തന്നെ മറുപടി പറയണം, എന്തുകൊണ്ടാണ് പാലക്കാട് ഇലക്ഷൻ കഴിഞ്ഞിട്ട് കോൺഗ്രസ് ജയിച്ചപ്പോ അവിടെ SDPI ജാഥ നടത്തിയെന്നുള്ളത് കോൺഗ്രസ് പറയണം, അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ പറയണം. അപ്പോ ഈ നമ്മളുടെ മുൻപിൽ കാണിക്കുന്ന മുഖമല്ലാതെ മറ്റൊരു മുഖമുണ്ട്. അതായത് പാണക്കാട് തറവാടിനകത്ത് നടക്കുന്ന ചർച്ചകളും ഇലക്ഷന്റെ മുൻപായാലും പിന്നെ ആയാലും കോൺഗ്രസിലേക്ക് ഒരാൾ വന്നാലും പോയാലും എല്ലാത്തിന്റെയും നാഥനായിട്ടിരിക്കുന്നത്, എല്ലാത്തിന്റെയും തലവനായിട്ടിരിക്കുന്നത് മുസ്ലിം ലീഗും ഈ പറയുന്ന പാണക്കാടുമാണ്. അപ്പോ തീവ്ര സംഘടനകളുടെ കൂട്ടുപിടിച്ചിട്ടായാലും രാജ്യം മറ്റുള്ളവർക്ക് തീറെഴുതി കൊടുത്തിട്ടായാലും ഒരിക്കൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഒരുപാട് വലുതായിരുന്നല്ലോ. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അത് വെട്ടിമുറിച്ചത് ആരായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ഇപ്പോഴും ആ പരിപാടി നിർത്തിയിട്ടില്ല. വെട്ടിമുറിക്കുന്ന പരിപാടി കോൺഗ്രസ് ഇതുവരെ നിർത്തിയിട്ടില്ല. അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ പാവം വന്നിട്ട് പാവപ്പെട്ട മനുഷ്യർക്ക് പോലും കിടപ്പാടങ്ങൾ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? ഈ പ്രത്യേക വിഭാഗങ്ങൾക്ക് ഈ സംഭവങ്ങൾ പതിച്ചു കൊടുത്തതിന്റെ അതിനുള്ള നിയമങ്ങൾ, അതായത് ഒരിക്കലും ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നതിന്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന സംഗതികളൊക്കെ നാട്ടിൽ ഇത്രയും ആൾക്കാർ വന്ന് നിരാഹാരവും മറ്റുള്ള കാര്യങ്ങളും ചെയ്ത് കഷ്ടപ്പെടേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ തീവ്ര ചിന്താഗതിയുള്ളവരുടെ കൂടെ കൂടി, വർഗീയ ശക്തികളുടെ കൂടെ കൂടി നാടിനെ ഒറ്റുകൊടുക്കുന്ന ഒറ്റുകാരാണ് ശരിക്ക് കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒറ്റുകാരൻ എന്നാണ് അവന്റെ പേര്. ഇന്നത്തെ അവന്റെ കൃത്യമായ പേരാണ് ഞാൻ പറയുന്നത്, ഒറ്റുകാരൻ. അതിൽ ഒരു തരത്തിലുള്ള തർക്കവും ഇല്ല. ആ പ്രത്യേക വർഗത്തിൽ ജനിച്ചവരും ആ പ്രത്യേക വർഗത്തിൽ ജീവിക്കുന്നവരും അവരവരുടെ സ്വഭാവങ്ങളെ ഉണ്ടാവുള്ളൂ. അത് അവരിൽ നിന്നൊരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഒരു ഹിന്ദു എന്ന് പറയുന്ന കുറെ സമൂഹങ്ങൾ ഉണ്ടല്ലോ, ഈ പറയുന്ന മനുഷ്യര് അവരുടെ കാൽ കീഴിൽ പോയി കിടന്നിട്ട് എന്താണ് കാണിക്കുന്നത്? അപ്പൊ എല്ലാവർക്കും ഇന്ന് കിട്ടുന്ന എല്ലിൻ കഷ്ണങ്ങൾ മാത്രം മതി. നാളെ എന്താണെന്ന് ആർക്കും ചിന്തിക്കേണ്ട കാര്യമില്ല. നാളേക്ക് എന്താണ് സംഭവിക്കുന്നതെന്നും ആർക്കും ചിന്തിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും ഇന്ന് കിട്ടുന്ന എല്ലിൻ കഷ്ണങ്ങൾ മാത്രം മതി. ആ അധികാര കൊതികൾക്ക് വേണ്ടിയിട്ട്,
അധികാര കസേരകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരിലുള്ള ഈ പറയുന്നത് മുഴുവനും ആൾക്കാർ പോകുന്നത് എന്തുകൊണ്ടാണ്? കള്ളപ്പണങ്ങൾ ഇങ്ങനെ അറ്റമില്ലാണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കള്ളപ്പണം. എല്ലാവരും പറഞ്ഞു എന്ത്, ഇലക്ഷന്റെ സമയത്ത് രാഹുൽ മാങ്കൂറ്റൻ അവിടെ പെട്ടി കൊണ്ടുവന്നു, അത് കള്ളക്കഥയായിരുന്നു, മാങ്കൂറ്റൻ ആ പെട്ടി കൊണ്ടാണ് കയറി വന്നത്, ആ പെട്ടിയിൽ എല്ലാവരും പണമാണെന്ന് കരുതി അവസാനം മാങ്കൂറ്റനെ നാണം കെടുത്താൻ നോക്കി, അതുകൊണ്ട് മാങ്കൂറ്റൻ ജയിച്ചു. സത്യം അതൊന്നുമില്ല, പെട്ടിയിൽ വന്നത് പണം തന്നെയാണ്, അതിന് ഒരു സംശയവും ഇല്ല. പെട്ടിയിൽ വന്നത് പണം തന്നെയാണ്, കള്ളപ്പണ ഒഴുക്ക് തന്നെയാണ്. ഈ പറയുന്ന തീവ്ര സംഘടനകൾക്കൊക്കെ കിട്ടുന്ന ഏറ്റവും വലിയ കള്ള ഫണ്ടുകളും കള്ളപ്പണം തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അളവില്ലാത്ത കള്ളപ്പണങ്ങളും അളവില്ലാത്ത പണമൊഴുക്കും കാരണം തന്നെയാണ് ഇന്ന് രാഷ്ട്രീയം എല്ലാവരും എന്താ പറയാ, ഈ രാഷ്ട്രീയത്തിന്റെ ഇടയിൽ നിന്ന് നടക്കുന്ന എല്ലാ കളികളും ഈ പറയുന്ന പണക്കൊഴുപ്പ് തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ പണം ആരുടെ കയ്യിലാണോ അവരുടെ ഭാഗത്തേക്ക് ഈ സ്ഥാനാർത്ഥിയാണെങ്കിലും മറ്റുള്ളവരാണെന്നുണ്ടെങ്കിലും ആത്മാഭിമാനം ഇല്ലാത്തവരെല്ലാവരും കൊണ്ടുപോയിട്ട് അവനവന്റെ പിന്നെ ആത്മാഭിമാനം പണയം വെക്കുന്നത് പണത്തിന്റെ മുൻപിലാണ്. എല്ലാവർക്കും പണം മതി. അപ്പൊ ആ പണം ആരുടെ കയ്യിലാണോ നിറച്ചിരിക്കുന്നത്, ആ പണം അല്ലെങ്കിൽ കള്ളക്കടത്ത്, ഈ സ്വർണ്ണക്കടത്ത്, കള്ളക്കടത്ത്, മയക്കുമരുന്ന്, ഈ വക സംഗതികളുടെ ഒക്കെ പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗക്കാരുടെ പേര് തന്നെയായിരിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ പണം ആരുടെ കയ്യിലുണ്ടാവുക? ഈ പറയുന്ന ആൾക്കാരുടെ കയ്യിലാണ്. അപ്പൊ അവർക്ക് കൂട്ടായിട്ട് ആരാണ്? അധികാര ശക്തികളുണ്ട്. അധികാര ശക്തികൾ അവർക്ക് കൂട്ടുണ്ടാവുമ്പം അവർക്ക് എത്രമാത്രം കള്ളക്കടത്ത് നടത്താം, എത്രമാത്രം കള്ളപ്പണം വെളുപ്പിക്കാം, എത്രമാത്രം ഈ പറയുന്ന സംഗതികൾ മുഴുവൻ ചെയ്യാം, അവർക്ക് മുന്നേറിക്കൊണ്ടേയിരിക്കാം. അതിനൊന്നും ആരോടും കണക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഹിന്ദു എന്ന് പറയുന്ന കുറെ ജന്തുക്കളുണ്ട്. ഈ ഹിന്ദു എന്ന് പറയുന്ന ജന്തുക്കൾക്ക് കോടാനുകോടി വരുമാനമുള്ള ക്ഷേത്രങ്ങളുണ്ട്, പിന്നെ അതിനുള്ള വിശ്വാസങ്ങളുണ്ട്, അതിനുള്ള എല്ലാ തരത്തിലുള്ള സംഗതികളുണ്ട്. പക്ഷെ ഹിന്ദുവിന് അനങ്ങാൻ പറ്റുമോ? ഹിന്ദുവിന് എന്നും പിച്ചക്കാരനായിട്ട് ജീവിക്കാനാണ് നമ്മുടെ നാട്ടില്, നമ്മുടെ ഭൂമിയിൽ യോഗം. എന്നും ഏറ്റവും വലിയ കോടീശ്വരന്മാരെ, ഏറ്റവും വലിയ കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള ക്ഷേത്രങ്ങൾ സ്വന്തമായുള്ള ഹിന്ദുവിന് എന്നും ഇവിടെ പിച്ചക്കാരനായിട്ട് ജീവിക്കാനാണ് യോഗം. അവന്റെ ക്ഷേത്രത്തില് ഇപ്പൊ പറയുന്ന കേട്ടില്ലേ, ഗുരുവായൂർ അമ്പലത്തില് ആനകളെ ചന്ദനം തൊടിയിക്കാൻ പാടില്ല, പുതിയ നിയമം ഇറങ്ങിയിരിക്കുന്നതാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആനകളുടെ നെറ്റിയിൽ ചന്ദനം തൊടിയിക്കാൻ പാടില്ല എന്ന്. തിട്ടൂരം, ഇതൊക്കെ തിട്ടൂരമാണ്. ഓരോരോ തിട്ടൂരങ്ങൾ ഇങ്ങനെ ഇറക്കുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ ഓടിക്കയറാനായിട്ട് എളുപ്പം ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ടല്ലേ, അപ്പൊ അങ്ങ് കേറുകയാണ്. ഈ പറയുന്ന നിയമങ്ങള് ഇപ്പുറത്ത് അപ്പുറത്തോ പോയിട്ട് സംസാരിക്കാനോ അത് പറയാനായിട്ട് ആർക്കും നട്ടല്ലില്ല. കാരണം ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത് ഈ രാഷ്ട്രീയ ശക്തികളാണ്. ആ രാഷ്ട്രീയ ശക്തികൾ ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങളിൽ കയറി ഇരുന്നിട്ട് ഭരിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന സ്വത്തും സമ്പാദ്യങ്ങളും അതുവരെ ഉണ്ടായിരുന്ന എല്ലാം കട്ടുമുടിച്ച് പോക്കറ്റ് വീർപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിലുള്ളത് മുഴുവൻ തട്ടിപ്പറക്കുകയാണ്. അത് കൊള്ളയടിക്കുന്നതിന്റെ പേരിൽ പണ്ടുകാലം തൊട്ടേ ഹിന്ദുവിനെ കൊള്ളയടിച്ചുകൊണ്ടാണ് ഈ പറയുന്ന പ്രത്യേക മതക്കാരൊക്കെ ഇവിടെ വലുതായത്. അതും ചരിത്രമാണ്. ഞാൻ അനാവശ്യമായിട്ടുള്ള ഒരു ആരോപണങ്ങളും അല്ല പറയുന്നത്. നമ്മുടെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഹിന്ദുവിന്റെ മുതൽ കൊള്ളയടിച്ചിട്ടാണ് ഈ പ്രത്യേക മതക്കാരെല്ലാം ഇവിടെ ഇന്ന് ഈ നിവർന്നു നിൽക്കുന്ന, ഈ നട്ടലോടുകൂടി നിവർന്നു നിൽക്കുന്ന ഈ സ്വഭാവങ്ങൾ കാണിക്കുന്നത്. ആ കൊള്ളയടിക്ക് ഇന്നും ഒരു കുറവും വന്നിട്ടില്ല. ഇപ്പോഴും ഹിന്ദുവിനെ കൊള്ളയടിക്കുന്നു, ഹിന്ദുവിന്റെ പണം വേണം, ഹിന്ദുവിനെ പറ്റിക്കണം, ഹിന്ദുവിന്റെ പോക്കറ്റിലെ പൈസ വേണം, മൊത്തത്തിൽ ഹിന്ദുവിന്റെ എല്ലാം വേണം. പക്ഷെ ഹിന്ദു അത് വേണ്ട, അത് കാഫിറാണ്. ഹിന്ദുവിനെ വേണ്ട, അത് കാഫിറാണ്. അല്ലെങ്കിൽ ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ട് എപ്പോ വേണമെങ്കിലും കയറാം, എന്തു വേണമെങ്കിലും പറയാം, എങ്ങനെ വേണമെങ്കിലും പെരുമാറാം എന്നതാണ് നമ്മളാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ശീലങ്ങള്. ഞാനിത് പറയുമ്പോ ഞാൻ വർഗീയവാദിയാണ്. എന്നെ കണ്ടാൽ തോന്നുന്നില്ലേ വർഗീയവാദിയാണെന്ന്? നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അപ്പൊ വർഗീയത എന്ന് പറയുന്നത് കഴിക്കണ ഭക്ഷണത്തിൽ വർഗീയത, പറയുന്ന സംസാരത്തിൽ വർഗീയത, ഈ പറയുന്ന ഉടുക്കണ വസ്ത്രത്തിൽ വർഗീയത, ധരിക്കുന്ന എന്താ പറയാ വസ്ത്രങ്ങളിലായാലും ഭക്ഷണത്തിലായാലും ഇതിലെല്ലാത്തിലും വർഗീയത കൊണ്ടുവന്നിട്ട് വർഗീയത കാണിച്ച് ഞാൻ ഇന്നതാണ് എന്ന് പറഞ്ഞ് തെളിവ് സഹിതം സമൂഹത്തിന്റെ മുന്നില് പറഞ്ഞ് അതോടുകൂടി പേരോടുകൂടിയിട്ട് ലേബല് ചാർത്തി നടക്കുന്നവര് അവരൊരിക്കലും വർഗീയരല്ല. അവരെ അങ്ങനെ പറയാൻ പാടില്ല. ആ പറയുന്നത് നീ കാണിക്കുന്നു, നിന്നെ കാണുമ്പോഴേ അറിയാം, നിന്റെ പേര് കേട്ടാലേ അറിയാം, നിന്നെ കാണുമ്പോഴേ അറിയാം. അല്ലെങ്കിൽ അത് കാണാനായിട്ടുള്ള തെളിവോട് കൂടിയിട്ട് അതിന്റെ സൈനോട് കൂടിയിട്ട് സംസാരിക്കുന്ന, നടക്കുന്ന, പ്രവർത്തിക്കുന്ന, അവർക്ക് ജാതിയിൽ അതായത് പ്രവൃത്തിയിലടക്കം മതമുള്ളവർ അവരൊരിക്കലും വർഗീയവാദികളല്ല. വർഗീയവാദി ഇതൊന്നുമില്ലാത്ത ഹിന്ദുവാണ് വർഗീയവാദി.
എങ്ങനെയാണ് ഇവിടെ വർഗീയവാദി ഉണ്ടായത്? ഒരു തരത്തിലും എല്ലാ തരം മനുഷ്യരെയും സ്വീകരിച്ച ചരിത്രമാണ് നമുക്കുള്ളത്. എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള മനസ്സ് ഹിന്ദുവിനുണ്ട്. കാരണം നമ്മൾ ഒരിക്കലും ജനിച്ച കാലം തൊട്ട് ഒരു പാഠശാലയിലും പോയിട്ട് ഒന്നും പഠിക്കുന്നില്ല. അപ്പുറത്തുള്ളവനെ വെറുക്കണം, ഇപ്പുറത്തുള്ളവൻ ക്രിസ്ത്യാനിയാണ്, ഇപ്പുറത്തുള്ളവൻ മുസ്ലിമാണ്, അല്ലെങ്കിൽ ഞാൻ ഹിന്ദുവാണ് എന്ന് നമ്മൾ ആരും പഠിക്കുന്നില്ല. ഞാൻ എന്നും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം ഇതാണ്. നമ്മള് ജനിക്കുമ്പോ തൊട്ട് നമ്മൾ ഒരു മതപാഠശാലയിലും പോയിട്ട് നമ്മൾ മതം പഠിക്കുന്നില്ല. മതം പഠിച്ച് 4-5 നേരവും 6 നേരവും മതം തന്നെ പുഴുങ്ങി തിന്നുന്നവൻ പറയുന്നു നമ്മളെ വർഗീയവാദി. ഇവിടെ എല്ലാവരെയും ഉൾക്കൊണ്ട ഹിന്ദു, എല്ലാവരെയും സ്വീകരിച്ച ഹിന്ദു, അവനെ നോക്കിയിട്ട് പറയാണ് വർഗീയവാദി, ഹിന്ദു വർഗീയവാദി. എന്നിട്ട് അവസാനം ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ അവന്റെ കിടക്കാനുള്ള കിടപ്പാടം പോലും ഇല്ലാണ്ടായിട്ട് അവൻ പുറത്തേക്ക് തള്ളപ്പെടുമ്പോ അവൻ പ്രതികരിക്കും. കാരണം അളമുട്ടിയെ ചേരയും കടിക്കുമല്ലോ. ആ അളമുട്ടിയാൽ ചേരയും കടിക്കുമ്പോ ഇന്നത്തെ ഹിന്ദുവിന്റെ അവസ്ഥ അതാണ്. ഹിന്ദുവിന് അളമുട്ടി, ഒരു നിക്കക്കള്ളിയില്ല, ജീവിക്കാൻ വേറെ വഴിയില്ല, രാഷ്ട്രീയക്കാരുടെ സപ്പോർട്ട് ഇല്ല, ഒരാളും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. പെരുവഴിയിൽ തൂക്കിയ ചെണ്ടയാണ് ഹിന്ദു. പെരുവഴിയിൽ തൂക്കിയ ചെണ്ടയാണ് ഹിന്ദു. ആർക്കും കൊട്ടാം, വരുന്നവനും പോകുന്നവനും എല്ലാവർക്കും കൊട്ടാം. ആ കൊട്ടാണ് ഇപ്പൊ സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുവിനെ ഉപദ്രവിച്ചാൽ ആരും ചോദിക്കാനില്ല. ഹിന്ദുവിന്റെ ആരാധനാലയങ്ങൾ കയ്യേറിയാൽ ആരും ചോദിക്കാനില്ല. ഹിന്ദുവിന്റെ ആരാധനാലയങ്ങളിൽ തോന്നിവാസം കാണിച്ചാൽ ആരും ചോദിക്കാനില്ല. ഹിന്ദുവിന്റെ വിശ്വാസങ്ങളെ കാറ്റിൽ പറത്തി അവഹേളിച്ചാൽ ആരും ചോദിക്കാൻ വരില്ല. ഈ പറയുന്ന അവഹേളിച്ചവന്റെയും തോന്നിവാസം കാണിച്ചവന്റെയും കഴുത്തും നാക്കും എല്ലാം അവിടെ തന്നെ ഉണ്ടാവും. ഒരു പ്രശ്നവും. അതുകൊണ്ട് പിന്നെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പുറത്ത് മിണ്ടിയാൽ, അങ്ങോട്ട് തിരിഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളുടെ കഴുത്ത് കാണില്ല, അല്ലെങ്കിൽ നാക്ക് കാണില്ല, അല്ലെങ്കിൽ കയ്യോ കാലോ കാണില്ല. അപ്പൊ അതുകൊണ്ട് അത് പേടിയുണ്ട്. താടിയുള്ള അപ്പനെ പേടിയുണ്ട്. ഇത് പേടിയില്ല. കാരണം നമ്മൾ ആരും ഉപദ്രവിക്കാൻ പോകുന്നില്ല. നമ്മൾ മതം പഠിച്ചിട്ട് മതം പൊട്ടി നടക്കുന്നവരല്ല. ജനിച്ച കാലം തൊട്ട് നമ്മളെ ആരും മതം കുത്തിക്കയറ്റി തന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മതം പഠിച്ചില്ല. അപ്പൊ തന്നെ നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്നു. അതാണ് ഇവിടുത്തെ പ്രത്യേകത. എന്നിട്ടും പറയുന്നു ഹിന്ദു അവൻ വർഗീയവാദി. നമുക്ക് ചാർത്തി തന്ന പേരുകളാണ് വർഗീയവാദി. അത് വിളിക്കുമ്പോൾ നമ്മളങ്ങ് പഞ്ചപുച്ഛമടക്കി മിണ്ടാതിരിക്കും. അതിനാണ് നമ്മളുടെ നാക്കടപ്പിക്കാൻ വേണ്ടി നമ്മളെ വിളിക്കുന്നതാണ് വർഗീയവാദി. കോടിക്കണക്കിന് വരുമാനമുള്ള നമ്മുടെ ക്ഷേത്രങ്ങളിൽ കയറിയിരുന്ന് അവിടുത്തെ ഭണ്ഡാരത്തിൽ കൈയിട്ട് വാരി അവിടുത്തെ സർവമാന കോടികളും അവിടുത്തെ സ്വത്തുക്കളും അടിച്ചുമാറ്റി അതും പോക്കറ്റിലാക്കി അവസാനം അവിടുത്തെ നിയമങ്ങളെല്ലാം മാറ്റി എഴുതിക്കൊണ്ട് ഇപ്പം പുതിയ തിട്ടൂരം ഇറക്കിയതാണ് ഗുരുവായൂർ അമ്പലത്തിൽ ആനകളെ ചന്ദനം തൊടിയിക്കാൻ പാടില്ല. എന്നാ പിന്നെ ഇനി ഒരു കാര്യം ചെയ്യട്ടെ, ഗുരുവായൂരുള്ള ആനകൾക്കും ലോകത്തെമ്പാടുമുള്ള ആനകൾക്ക് വല്ല ഹൈദ്രോസ് എന്നോ ഷഫീഖ് എന്നോ ഹൈദരാലി എന്നോ അങ്ങനെ എന്തെങ്കിലും പേരിടട്ടെ. ഇനി അങ്ങനെ ഒരു തിട്ടൂരം ഇറക്കും സർക്കാർ. കാരണം പ്രീണിപ്പിച്ചാലല്ലേ ജീവിക്കാൻ. കയ്യിൽ കനമുള്ളവനെ, മടിയിൽ കനമുള്ളവനെ അവനെ പ്രീണിപ്പിച്ചാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പൊ പ്രീണനമാണ് നടക്കുന്നത്. മറ്റൊരു കൂട്ടരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മളെ മുച്ചൂട് മൂടിപ്പിക്കുന്നു. നമ്മൾ അതിന് പഞ്ചപുച്ഛമടക്കി നോക്കി നിൽക്കുന്നു. കാരണം ഹിന്ദുവിന് ഒരിക്കലും ഐക്യമില്ലല്ലോ. അവനൊരിക്കലും ഐക്യപ്പെടണ്ട. അവനെ ജനിച്ച കാലം തൊട്ട് ഒരാളും അവന് പരമപൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്ത് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യം എന്റെ അറിവിൽ ഹിന്ദുവിന് സ്വാതന്ത്ര്യം കുറച്ച് ഓവറായി പോയി. കാരണം നമ്മളോട് ആരും ആജ്ഞാപിക്കുന്നില്ല. നമുക്ക് മതിൽക്കെട്ടുകളോ വേലിക്കെട്ടുകളോ ഒന്നുമില്ല. ക്ഷേത്രത്തിൽ പോണെങ്കിൽ പോയാൽ മതി, പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി. നിനക്ക് 5 നേരവും കുമ്പിട്ട് കിടക്കണമെന്ന് ഒരാളും പറയുന്നില്ല. നീ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകണമെന്ന് ഒരാളും പറയുന്നില്ല. നിന്റെ വീട്ടിൽ നീ ഇതുപോലെ ജീവിക്കണം. നീ കഴിക്കുമ്പോ ഇങ്ങനെ ഇരിക്കണം, കുടിക്കുമ്പോ അങ്ങനെ ഇരിക്കണം, കിടക്കുമ്പോ ഇങ്ങനെ കിടക്കണം. അങ്ങനെ ഒരാളും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് യാതൊന്നും പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഹിന്ദുവിന് സ്വാതന്ത്ര്യം കുറച്ച് കൂടിപ്പോയി എന്നാണ് ഞാൻ പറയുക. ആരെങ്കിലുമൊക്കെ ചോദിക്കാനും പറയാനുണ്ടാവാനും. കാരണം ചോദിക്കാനും പറയാനും ഉണ്ടാവാത്ത കുടുംബങ്ങളൊക്കെ ഇന്ന് വരെ അതൊരു നേർവഴിക്ക് പോയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പേടിക്കാൻ ആളില്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും പേടിക്കുമോ? പേടിക്കുക മീൻസ് സ്നേഹം കൊണ്ടുള്ള പേടി, സ്നേഹം കൊണ്ടുള്ള ബഹുമാനം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോ നമ്മുടെ കുടുംബത്തൊരു കുടുംബനാഥൻ ഉണ്ടാവണം. അല്ലെങ്കിൽ നമുക്ക് ഭയപ്പെടാനായിട്ട്, സ്നേഹം കൊണ്ട് പേടിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ നമ്മുടെ കുടുംബത്തൊരു നാഥൻ വേണ്ടേ? അല്ലെങ്കിൽ ആ കുടുംബം ഒരിക്കലും നേരെയാവില്ല.
എന്ന പോലെയാണ് ഹിന്ദു സമൂഹം. ഒന്നായി നിന്നാൽ ഒരുമിച്ച് മുന്നേറാം, ഇല്ലെങ്കിൽ ഒരുമിച്ച് അവസാനിക്കാം. ഇത് തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടിയാണ്, നമ്മൾ ആരും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല. നമുക്ക് നാളെ ഇതെല്ലാം കൂടി കെട്ടിക്കൊണ്ടു വന്നിട്ട് നമ്മുടെ ഭഗവാന്റെ കാൽക്കൽ കൊണ്ട് സമർപ്പിക്കണമെന്നോ, ഇന്ത്യ മഹാരാജ്യം മൊത്തം ശ്രീകൃഷ്ണന്റെ കാൽക്കൽ കൊണ്ടാക്കണമെന്നോ, നാളെ കൃഷ്ണരാജ്യം വരണമെന്നോ രാമരാജ്യം വരണമെന്നോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് എല്ലാവരും വേണം, അതാണ് നമ്മുടെ ചിന്താഗതി. പക്ഷെ നമുക്കും ജീവിക്കണ്ടേ? നമുക്കും ഇവിടെ ഒരു ചെറിയൊരു സ്ഥലം വേണമല്ലോ, സ്ഥാനം വേണമല്ലോ. അങ്ങനെ മൊത്തം തൂത്ത് തുടച്ചിട്ട് ഞങ്ങൾ അങ്ങ് കേറാം എന്ന് അങ്ങനെ പറ്റില്ലല്ലോ, അങ്ങനെ പറ്റില്ലല്ലോ. അതിഥി ദേവോ ഭവ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള വേദങ്ങളൊക്കെ പറയാനേ കൊള്ളുള്ളൂ. അതൊക്കെ പറയാം. പക്ഷെ സ്വയം ഇല്ലാണ്ടായിട്ട് ഒരു അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഇല്ലാണ്ടായിട്ട് എന്റെ വീട്ടിൽ അതിഥിയെ വെച്ചുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലോ. ആദ്യം ചുമരുണ്ടാവണ്ടേ, എന്നിട്ടല്ലേ ചിത്രം വരയ്ക്കുക. അപ്പൊ അത്രയ്ക്ക് വലിയ വിശാല മനോഭാവം കൊണ്ട് തുറന്നു വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല് ഇത് അവസാനത്തിന്റെ ഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് കാണുന്നത്. ഇന്നിപ്പോ നമ്മൾക്ക് ചുറ്റും നടക്കുന്നത് അതാണ്. ഒരുമിക്കുന്നവൻ എന്നും ഒരുമിക്കുന്നു, അധികാരസ്ഥാനമുള്ളവര് അവന്റെ പുറകെ പോകുന്നു, എന്തെങ്കിലും പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയാൽ കിട്ടും എന്നുള്ളവര് അവരുടെ പുറകെ പോകുന്നു, അത് വാങ്ങുന്നു. ഇപ്പൊ പറയുന്നു ഇനിയിപ്പം ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നാ പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികളില് ലോബികൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് വന്നിട്ട് ഇപ്പൊ അങ്ങനെയാണ് ആൾക്കാരെ പിടിക്കാനായിട്ട്, ചാക്കിട്ട് പിടിക്കാൻ. ഈ പഞ്ചായത്തിലൊക്കെ നടന്നിട്ട് ഇപ്പോ ഷമാ മുഹമ്മദ് പറഞ്ഞ പോലെ പഞ്ചായത്ത് തലത്തിൽ എല്ലാവരും ഒരുപാട് ഈ ഒരു പ്രത്യേക സമയത്ത് ഈ കന്നിപ്പട്ടികൾ ഓടി നടക്കും, തെണ്ടിപ്പട്ടികൾ. ആ തെണ്ടിപ്പട്ടികൾ ഓടി നടക്കുമ്പോ അതിനെ വലയിട്ട് പിടിക്കുന്ന കണ്ടിട്ടില്ലേ? ചിലപ്പം അതിനെ കുത്തിവെക്കാനായിരിക്കും, അല്ലെങ്കിൽ കൊന്നുകളയാനായിരിക്കും. അപ്പൊ അതേപോലെ ഇപ്പൊ ഷമാ മുഹമ്മദ് പറഞ്ഞ പോലെ എല്ലാ പട്ടിക്കും ഒരു ദിവസമുണ്ട്, പട്ടികളെല്ലാം തിരിച്ചു വരുന്നു പറഞ്ഞ പോലെ പഞ്ചായത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന സർവമാന പട്ടികളെയും പിടിക്കാനായിട്ട് ഇപ്പോ കോൺഗ്രസ് പാർട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പട്ടിപിടുത്തമാണ് കോൺഗ്രസിന്. അപ്പൊ സ്ഥാനമോഹികളായ ആരായാലും ശരി, സ്ഥാനമോഹികളായവരും പണം വേണം, പണമാണ് ഏറ്റവും വലുതെന്ന് ആഗ്രഹിക്കുന്നവരും അവരെ കൂടെ പോണെങ്കിൽ പോട്ടെ, എത്രയും പെട്ടെന്ന് പോട്ടെ. ആരെയും പിടിച്ചു നിർത്താൻ നിൽക്കരുത്. ആദർശം കൊണ്ട് ജീവിക്കുന്നവൻ മാത്രം അവിടെ നിന്നാ മതി. എന്നാലും ഉണ്ടോ അന്തസ്സോടും ആത്മാഭിമാനത്തോടും കൂടി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവര് മതി. സ്വന്തം തന്തയെ മാറ്റി പറഞ്ഞിട്ടുള്ള ജീവിതമൊന്നും നമുക്ക് ആവശ്യമില്ല. ആത്മാഭിമാനത്തോടു കൂടിയിട്ട് തന്നെ ജീവിക്കണം അവസാന സമയം വരെ. അല്ലാത്തവര് പോട്ടെ, എത്രയും പെട്ടെന്ന് ഗുഡ് ബൈ പറയണം. നീ പോ, ആരെയും പിടിച്ചു നിർത്തേണ്ട കാര്യമില്ല. ആർക്കാണോ പണം വേണ്ടത്, ആർക്കാണോ അധികാരം വേണ്ടത്, അവരൊക്കെ പോട്ടെടോ, പോയി തൊലയട്ടെ. ഈ പണമാണെങ്കിലും അധികാര കസേരകളാണെങ്കിലും നമ്മൾ ഇവിടുന്ന് പോകുമ്പോ കൈ ഇങ്ങനെ തുറന്നു പിടിച്ചിട്ടാണല്ലോ പോകുന്നത്. ജനിക്കുമ്പോ കൈ ഇങ്ങനെ മടക്കി പിടിച്ചിട്ടാ വരുന്നതെന്നുണ്ടെങ്കിൽ പോകുമ്പോ നമ്മൾ കൈ നിവർത്തി പിടിച്ചിട്ടാ പോകുന്നത്. നമ്മുടെ കൈ ഇങ്ങനെയാണ്, യാതൊന്നുമില്ല. ഈ നിവർത്തി പിടിച്ച കൈയും ഈ മലർത്തി പിടിച്ച കൈയും കൊണ്ട് അങ്ങോട്ട് പിന്നെ അവസാനിച്ചു പോകാനായിട്ട് നമുക്ക് എന്തിനാണ്? ജീവിക്കാനായിട്ടുള്ളത് പോരെ? അല്ലാതെ ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം കൂടി കൊണ്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഓക്കെ. അപ്പോ ഈ ഭൂമിയിൽ ജനിച്ചു വന്നിട്ടുള്ള കുറച്ച് കാലങ്ങള് ആത്മാഭിമാനത്തോടു കൂടി തന്നെ ജീവിക്കണം. അതല്ലാത്തവര് പോട്ടെ, പോയി തൊലയട്ടെ. അപ്പൊ കോൺഗ്രസ് ഇപ്പോ അരയും തലയും മുറുക്കി ഇറങ്ങിയിട്ടുള്ളത് പട്ടിപിടുത്തത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ഷമാമോ അവരുടെ പാർട്ടിയിലുള്ളവർ തന്നെ പറഞ്ഞല്ലോ എല്ലാ പട്ടികളും തിരിച്ചു വരും. അപ്പൊ മൊത്തം പട്ടികളെ തിരിച്ചു കൊണ്ടുവരാനുള്ള തത്രപ്പാടിലാണ് കോൺഗ്രസ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പട്ടിപിടുത്തമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് പോവാൻ ആഗ്രഹിക്കുന്നവർ പോട്ടെ, നമുക്ക് നമ്മളായിട്ട് തന്നെ ജീവിക്കാം. പക്ഷെ നമുക്കിവിടെ ജീവിക്കണം. ഹിന്ദുവിനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും ഇല്ല സപ്പോർട്ടായിട്ട്, നമ്മൾ മാത്രമേ ഉള്ളൂ. അവരവർക്ക് നമ്മളും പെരക്കി തൂണെന്നാ പറയാ സാധാരണ. അപ്പൊ അത് മറക്കാതെ നമ്മൾ ജീവിച്ചാൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ജീവിച്ചു പോവാം. അല്ലെങ്കിൽ ഈ ഭൂമിയിലൊന്നും നമുക്കൊരു സ്ഥാനം ഉണ്ടാവില്ല. ഇത് ഇറാനോ ഇറാഖോ ഒക്കെ മാറാനായിട്ട് വലിയ താമസമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ കേരളം എന്ന് പറയുന്ന ചെറിയ രാജ്യം ഇറാനോ ഇറാഖോ ഒക്കെ ആയിട്ട് മാറാനായിട്ട് വലിയ താമസമൊന്നും ഉണ്ടാവില്ല. അവിടേക്കാണ് പോക്ക്. പറയുമ്പോ ഇവരൊക്കെ പറയും അല്ലല്ല അങ്ങനെയൊന്നും അല്ല. നമ്മൾ പറയുമ്പോൾ നമ്മൾ വർഗീയവാദിയാണ്. ഈ വർഗീയവാദി എന്ന് മുദ്ര കുത്തുന്നത് എന്തിനാണ്? നമ്മുടെ വായടപ്പിക്കാനാണ്. അതൊരു നല്ലൊരു നമ്പറാണ് വർഗീയവാദി. അല്ലെങ്കിൽ പുലഭ്യം പറയാ. ഇപ്പൊ എന്റെ ഇൻബോക്സ് ഒക്കെ തുറന്നു കഴിഞ്ഞിട്ട് മനുഷ്യന്മാർക്ക് പോലും നോക്കാനോ കാണാനോ പറ്റില്ല. അതുപോലത്തെ തെറിയാണ്, അതുപോലത്തെ പച്ചത്തെറിയാണ്. പ്രത്യേകിച്ച് സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രതികരിക്കുന്ന സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക, അനാവശ്യം പറയുക, തോന്നിവാസങ്ങൾ വിളിച്ചു പറയുക,
എന്തെല്ലാം ഈ ഭൂമിയിൽ കേൾക്കാത്ത ഭാഷകൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻബോക്സ് തുറന്നാൽ മതി. അത് ഈ ഒരു പ്രത്യേക മതമാണ് വന്ന് ചെയ്യുന്നത്. ഒരു പ്രത്യേക മതക്കാര് വേഷം കെട്ടി അതിനെ ആൾക്കാരെ ഇറക്കിയേക്കാണ്. ഈ സൈബർ അറ്റാക്കാണത്. നമ്മളെ പറയുന്നതാണ് പച്ചത്തെറി. അതായത് പച്ചത്തെറി എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ജീവിതത്തിൽ കേൾക്കാൻ പറ്റാത്തത്ര തെറിയാണ്. അത് കൂടാതെ ഓരോരോ പോസ്റ്റുകളിൽ അവിടെ പോയിട്ട് നമ്മൾ എന്തെങ്കിലും കമന്റ് ഇടുമ്പോൾ നമ്മുടെ അഭിപ്രായം പറയുമ്പോൾ നമ്മൾ അഭിപ്രായമാണ് പറയുന്നത്. ആ അഭിപ്രായം മാന്യമായ ഭാഷയിലാണെങ്കിൽ കൂടിയിട്ടും അതിന്റെ അടിയിൽ വന്നിട്ട് പറയാം, പടുതള്ളേ നീ ഇൻബോക്സ് തുറക്കടി, നിന്റെ ഇൻബോക്സ് തുറന്നു നോക്കടി, നിനക്ക് അവിടെ നീ ഇൻബോക്സ് തുറന്നു വെക്കേ. എനിക്ക് ഒന്നാമത് എനിക്കറിയില്ല, അതായത് ഈ ഇൻബോക്സിനകത്ത് നമ്മൾ ഫ്രണ്ട്സ് ആയവര് മാത്രമാണോ വന്നിരുന്ന് ചാറ്റ് ചെയ്യുന്നത്, അവരുടെ കമന്റ് മാത്രമാണോ കാണുന്നത്, അതോ എനിക്കറിയാൻ പാടില്ല. അതെന്താണ് അതിന്റെ ടെക്നിക്കൽ വശങ്ങളൊന്നും എനിക്കറിയാൻ പാടില്ല. അല്ലാതെ ഞാൻ എന്റെ ഇൻബോക്സ് പൂട്ടി വെച്ചിട്ടൊന്നുമല്ല. ഞാൻ ആരോടും ഒരു ആളുടെ ഇൻബോക്സ് എന്റെ ഇൻബോക്സ് ഞാൻ പൂട്ടി വെച്ചിട്ടൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ചിലർക്ക് കമന്റ് ഇടാൻ പറ്റുന്നുണ്ട്, ചിലർക്ക് വന്നിട്ട് കമന്റ് ഇടാൻ പറ്റാത്തതെന്ന് ഐ ഡോണ്ട് നോ. പക്ഷെ തെറി വിളിക്കുന്നത് ഇതാണ്. ധൈര്യമുണ്ടെങ്കിൽ തള്ളേ കിളവി നിന്റെ ഇൻബോക്സ് തുറന്നു വയ്ക്കേ, ഞങ്ങൾ അവിടെ വന്ന് നിനക്കുള്ളത് തരാം. ഇതാണ് ഇന്ന് നടക്കുന്ന ഒരു സൈബർ അറ്റാക്ക് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് തന്നെ ഈ പ്രത്യേക മതക്കാരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അറ്റാക്ക് ചെയ്യാനായിട്ട്, ഓടിക്കാൻ, സോഷ്യൽ മീഡിയയിൽ ഓടിക്കാൻ. നമ്മളുടെ മുൻപിൽ ഓപ്പൺ ആയിട്ട് അത് വേറൊരു ടീം, ഇത് വേറൊരു ടീം. അപ്പൊ സ്ത്രീകൾ പ്രത്യേകിച്ചും തെറി കേൾക്കുമ്പോ അവര് തിരിച്ചു ഓടുമല്ലോ, പിന്നെ ഒന്നും പറയില്ല. ഇവർക്കൊക്കെ ആള് മാറിപ്പോയി. ആ കാലമൊക്കെ പോയി. ഇപ്പൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ തെറി കേട്ടിട്ട് നമ്മള് ആ തെറി കേട്ട് തഴമ്പിച്ച ആൾക്കാരായി. അതിവർക്ക് മനസ്സിലാവുന്നില്ല. ആദ്യത്തെ ആകെ മുങ്ങിയാൽ കുളിരില്ല എന്നാ പറയാ സാധാരണ. ആകെ മുങ്ങി നിൽക്കുന്ന അവസ്ഥയാണ്. എന്ത് തെറി വേണമെങ്കിലും വിളിച്ചോ, എത്ര ഭീഷണി വേണമെങ്കിലും ഇട്ടോ, ഒരു പ്രശ്നവും ഇല്ല. ഈ തെറി വിളിക്കുന്നവനും ഈ ഭീഷണിപ്പെടുത്തുന്നവനും ഈ തള്ളേ പിള്ളേ കൊള്ളേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന ആൾക്കാരൊക്കെ ചിന്തിക്കണം എന്താണെന്ന് വെച്ചാൽ അവരവരുടെ കുടുംബത്തെ സംസ്കാരമാണ് വന്നിരുന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ പ്രത്യേക മതക്കാര് തന്നെ, ആ ഒരു വിഭാഗത്തിന് തന്നെയാണ് നാണക്കേട്. ഇവന്റെ സംസ്കാരമാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവന്റെ അത്യാർത്തിയാണ് ഇവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവന്റെ കുടുംബത്തിൽ ഇവൻ വളരുമ്പോ പഠിപ്പിച്ചു കൊണ്ടുവരുന്ന ആ സംസ്കാരമാണ് നമ്മളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അത്രേ കരുതുന്നുള്ളൂ. ഞാൻ ആർക്കും മറുപടി കൊടുക്കാൻ പോവാറില്ല. ഇപ്പൊ വന്നിട്ട് മൗനം വിദ്വാനും വിഡ്ഢിക്കും ഭൂഷണാണ്. ഇത് ഏത് വേണമെന്നുണ്ടെങ്കിൽ യുവമാരെ തെരഞ്ഞെടുത്തോട്ടെ, ഒരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി ഇൻബോക്സിൽ വന്നിട്ട് കൊല്ലുന്നോ തല്ലുന്നോ അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്നോ എങ്ങനെ ഭീഷണി ഇറക്കിയിട്ടും ഒരു കാര്യമില്ല. ഇതൊക്കെ തീയില് കുരുത്തതാണ്. നീയൊന്നും വന്ന് തെറി വിളിച്ചാലൊന്നും ഇവിടെ യാതൊന്നും സംഭവിക്കാൻ പോണില്ല. അതൊക്കെ കൃഷിയിടമാണെന്ന് പറഞ്ഞിട്ട് മാറ്റിവെച്ചൊരു വിഭാഗം ഉണ്ടല്ലോ, കൃഷിയിടം. നിങ്ങളുടെ കൃഷിയിടം ഉണ്ടല്ലോ നിങ്ങളുടെ കുടുംബത്ത്, ആ കൃഷിയിടമായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ടീമിനോട് പോയിട്ട് കാണിച്ചാൽ മതി. നമ്മളോട് കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ തീയിൽ കുരുത്തതാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോ എപ്പോഴും ഈ പറയുന്ന പ്രവൃത്തികൾ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയ പരിപാടികൾ, രാഷ്ട്രീയ പാർട്ടികളാണെന്നുണ്ടെങ്കിൽ കൂടിയിട്ടും അവര് ഈ അങ്ങേയറ്റം നമ്മുടെ നാട്ടില് ഇപ്പൊ നിരോധിച്ച സംഘടനകൾ വരെ ആയിട്ട് അവർക്ക് ബന്ധമാണ്. അത്രയും അതിതീവ്രമായ സംഘടനകളുമായിട്ട് കൂട്ടുപിടിച്ചിട്ടാണ് ഇപ്പൊ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അധിക കാലം വൈകാതെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അത് തിരിച്ചറിയണം നമ്മുടെ നാട്ടിലുള്ളവരെല്ലാം. ഇല്ലെങ്കിൽ എല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇരുന്ന് കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ബുദ്ധിപരമായിട്ട് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇരിപ്പിടം വരെ ഇല്ലാണ്ടാവും. അതുവരെ ചെയ്ത് കഴിഞ്ഞു. അപ്പോ ഇത്രയും കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നു. നമ്മളൊക്കെ പരസ്പരം സംസാരിക്കുമ്പോ എന്തെങ്കിലും വിളിച്ച് പറയുമ്പോ നിങ്ങൾക്കും ഒരു എനർജി വരും, അല്ലെങ്കിൽ നമുക്കും ഒരു എന്താ പറയാ മുന്നോട്ട് പോകാനുള്ള ഒരു എനർജറ്റിക് ആയിട്ട് നമുക്കൊരു മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് പറയുന്നതാണ്. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങളും ചെയ്യണം. സമൂഹത്തിൽ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാം. അത്രേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അപ്പോ എല്ലാവർക്കും എൻ്റെ നന്ദി, കൂപ്പുകൈ, നമസ്തേ, താങ്ക് യു.